ഹലോ സ്റ്റുഡൻസ്. സോ ചാപ്റ്ററിൻ്റെ വീഡിയോസ് എല്ലാം നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി പോകാൻ പോകുന്നത് ഒരു ക്വിക്ക് റിവിഷനും അതുപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാൻ പോവാണ്. സോ നമുക്ക് ആദ്യം മാർക്സ് ബൈ ഡിവൈഡ് ചെയ്യാം. ആദ്യം ഷോർട്ട് ആൻസർ വരുന്നത്, അതായത് 1 മാർക്സ് 2 മാർക്സിൻ്റെ ക്വസ്റ്റ്യൻ, ദെൻ എസ്എ ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുള്ളത്, അങ്ങനെ പോവാം. ഓക്കെ, സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, വാട്ട് ആർ ദ എസെൻഷ്യൽ സൈൻസ് ഓഫ് ലൈഫ് ദാറ്റ് ആർട്ടിഫിഷ്യൽ ബാക്ടീരിയ മസ്റ്റ് എക്സിബിറ്റ് ടു ബി കൺസിഡേർഡ് ട്രൂലി അലൈവ്? അതായത് ബാക്ടീരിയ, അത് യഥാർത്ഥത്തിൽ നമ്മൾ കൃത്രിമമായിട്ട് ഉണ്ടാക്കിയ ഈ ബാക്ടീരിയ ജീവനുണ്ട് അല്ലെങ്കിൽ അത് ലിവിങ് ആണ് എന്ന് നമ്മൾ എങ്ങനെ ഉറപ്പിക്കും? ഓക്കെ, അതിനുള്ള അടയാളങ്ങൾ എന്തൊക്കെയാണ്, അത് ജീവനോടെ ഉണ്ട് എന്നുള്ളതിന് അടയാളങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. മോസ്റ്റ്ലി 1 മാർക്കിന് ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതിൻ്റെ ആൻസറിൽ എന്തൊക്കെ പോയിൻറ്റ്സ് വരണം? അത് മൂവ്മെൻറ്റ് ഉണ്ടാവും, റെസ്പോൺസ് ഉണ്ടാവും, റെസ്പിറേഷൻ ചെയ്യും, അതുപോലെ തന്നെ പുനരുൽപാദനം ചെയ്യും, വളർച്ച ഉണ്ടാവും. ഈ കാര്യങ്ങളൊക്കെ അതിൽ മെൻഷൻ ചെയ്യണം. സോ 1 മാർക്ക് കിട്ടും. നെക്സ്റ്റ് സെക്കൻഡ് ക്വസ്റ്റ്യനായിട്ട് വരുന്നത്, അതായത് ഒരു സെല്ലിൻ്റെ സ്ട്രക്ചറിനും അതുപോലെ തന്നെ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഫങ്ഷനിങ്ങും നടക്കുന്നതിന് അതിന് ഏറ്റവും ബേസിക് ആയിട്ട് വേണ്ട ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അതായത് ഒരു സെല്ല് അത് ലിവിങ് ആകണമെങ്കിൽ, അത് ലൈഫ് ആക്ടിവിറ്റീസ് നടക്കണമെങ്കിൽ അതിന് ഏറ്റവും ബേസിക് ആയിട്ട് ഉണ്ടാവേണ്ട ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ട എന്തൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, കാൽഷ്യം. ഓക്കെ, അപ്പോൾ ഈ എലമെൻറ്റ്സ് എല്ലാം പ്രസൻറ്റ് ആയാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? സെൽ ലൈഫ് ആക്ടിവിറ്റീസ് നടക്കുകയുള്ളൂ. ഈ ക്വസ്റ്റ്യൻ നേരെ തിരിച്ചിട്ടും ചോദിക്കാം. ഈ എലമെൻസിനെ കൊണ്ട് സെല്ലിന് എന്താണ് ഗുണം എന്നുള്ള രീതിയിലും ചോദിക്കാം. ഓക്കെ, സെല്ലിന് എന്തൊക്കെയാണ് ഗുണം എന്നുള്ളത് മെൻഷൻ ചെയ്യണം, ലൈഫ് ആക്ടിവിറ്റീസ് റിലേറ്റഡ് ആയിട്ട്. കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നടന്ന എക്സ്പെരിമെൻറ്റും അത് റിലേറ്റഡ് ആയിട്ട് അവിടെ എന്താണ് ക്രിയേറ്റ് ചെയ്തതെന്ന് കണ്ടുപിടിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യനാണിത്. സോ അവിടെ നടന്ന റിസർച്ചിൽ അവിടെയുള്ള റിസർച്ചേഴ്സ് എന്താണ് അവർക്ക് അതുമായിട്ട് കിട്ടിയ പ്രൊഡക്റ്റ്, ആ ജനറ്റിക് എഞ്ചിനീയറിംഗ് വഴി അവരെന്താണ് കണ്ടുപിടിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ക്വസ്റ്റ്യൻ്റെ മാർക്ക് നോക്കി 1 മാർക്ക് ആണെങ്കിൽ ജസ്റ്റ് ആ ഈക്കോളൈ ബാക്ടീരിയ എന്നുള്ളത് നെയിം മെൻഷൻ ചെയ്യുക. ഇനിയിപ്പോൾ അത് 2 മാർക്കിനാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ബാക്ടീരിയ ആണ് കൃത്രിമമായിട്ട് ഉണ്ടാക്കിയത്, അതുപോലെ തന്നെ അതിൻ്റെ പേര് ഈക്കോളൈ ആണ്, അതുപോലെ തന്നെ അതിന് സ്വയം ഡിവൈഡ് ചെയ്യാനും ഗ്രോ ചെയ്യാനും നാച്ചുറൽ ബാക്ടീരിയ പോലെ സർവൈവ് ചെയ്യാനും എല്ലാം പറ്റും എന്നുള്ളതും കൂടി മെൻഷൻ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ തീർച്ചയായിട്ടും സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ജീവതന്മാത്രകൾ അഥവാ ബയോമോളിക്യൂൾസ് എന്നറിയപ്പെടുന്ന ജീവൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള അല്ലെങ്കിൽ ജീവൻ്റെ അടിസ്ഥാന നിർമ്മാണ ബ്ലോക്കുകൾ എന്നറിയപ്പെടുന്ന തന്മാത്രകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ബേസിക് ക്വസ്റ്റ്യനാണ്. ആൻസറായിട്ട് എന്തൊക്കെയാണ് പറയേണ്ടത്? കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻസ് ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, അതുപോലെ തന്നെ ന്യൂക്ലിക് ആസിഡ് ഉണ്ട്. ഇനി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഒരു 2 മാർക്കിനോ 3 മാർക്കിനോ ആണെങ്കിൽ എന്ത് ചെയ്യുക? അതിൻ്റെ എക്സാമ്പിൾ കൂടെ മെൻഷൻ ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുമ്പോൾ ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, അതുപോലെ തന്നെ സ്റ്റാർച്ച് അഥവാ അന്നജം വരും. ഇനി പ്രോട്ടീൻ്റെ കേസിൽ എൻസൈം, അതുപോലെ തന്നെ ഹോർമോൺ പറയാം. ലിപ്പിഡ്സിൻ്റെ കേസിൽ ഫാറ്റ് പറയാം. ന്യൂക്ലിക് ആസിഡിൻ്റെ കേസിൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, റൈബോ ന്യൂക്ലിക് ആസിഡ്, DNA, RNA മെൻഷൻ ചെയ്യാം. ഓക്കെ, വളരെ പോയിൻ്റ് വൈസ് ആണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസർ അല്ല ഇത്. അപ്പം നിങ്ങൾ ഈ പോയിൻ്റ് വെച്ചിട്ട് നിങ്ങൾ ആൻസർ ഡെവലപ്പ് ചെയ്യണം, ബിക്കോസ് ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ ക്ലാസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്ത് പോകാം. റെഡി അല്ലേ? ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതും അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് വരച്ച് പഠിച്ചിട്ടുള്ളതുമാണ്. എന്താണ് മെറ്റബോളിസം? ഒരു ജീവനുള്ള ശരീരത്തിൽ നടക്കുന്ന പലതരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളത്. അത് തന്നെ 2ആയി ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അനബോളിസം ആൻഡ് കാറ്റബോളിസം. അനബോളിസം എന്ന് വെച്ചാൽ ബിൽഡിംഗ് ഓഫ് മോളിക്യൂൾസ്, കാറ്റബോളിസം എന്ന് വെച്ചാൽ ബ്രേക്കിംഗ് ഡൗൺ. ഓക്കെ, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട്, അതായത് ഒരു 2 മാർക്കിന് മേലെയാണ് ചോദിച്ചിരിക്കുന്നത്, എന്തും കൂടെ മെൻഷൻ ചെയ്യണം. അനബോളിസത്തിന് എക്സാമ്പിളായിട്ട് ഫോട്ടോസിന്തസിസും അതുപോലെ തന്നെ കാറ്റബോളിസത്തിന് എക്സാമ്പിളായിട്ട് റെസ്പിറേഷൻ പറയാം, അല്ലെങ്കിൽ പ്രോട്ടീൻ മോളിക്യൂൾസ് ബ്രേക്ക് ഡൗൺ ചെയ്യുന്നതും പറയാം. ക്ലിയർ അല്ലേ? ഇനി ഈ ഒരു ഏരിയയിൽ ചോദിക്കാവുന്ന ഒരു ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടിയാണിത്. അതായത് എന്തൊക്കെയാണ് ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്നാണ് ചോദിക്കുന്നത്. അതായത് ബയോമോളിക്യൂൾസ്, അതായത് ജീവതന്മാത്രകളുടെ പ്രധാനപ്പെട്ട ഫങ്ഷൻ അല്ലെങ്കിൽ അവരുടെ പ്രാധാന്യം എന്താണെന്നുള്ളതാണ്. എന്തൊക്കെയാണ് അത്? ലൈഫ് ആക്ടിവിറ്റീസിനെ കൂടുതലായി കൺട്രോൾ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. മെറ്റബോളിസം അഥവാ രാസപ്രവർത്തനങ്ങൾ, ശരീരത്തിലെ സെല്ലിൽ നടക്കുന്ന രാസപ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഉപാപചയ പ്രവർത്തനങ്ങളിൽ ഈ ബയോമോളിക്യൂൾസിന് വലിയ റോളുണ്ട്. അതുപോലെ തന്നെ ലൈഫ് കാണിക്കാൻ, അതിൻ്റെ അടയാളങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ബയോമോളിക്യൂൾസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉത്തരത്തിൽ മെൻഷൻ ചെയ്യാം. ഇവിടെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എന്താണ് എൻസൈമുകളുടെ റോൾ എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് എൻസൈമുകളുടെ റോൾ? ഒരു റിയാക്ഷനെ അതിൻ്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് എക്സാമ്പിളായിട്ട് പറയേണ്ടത് സലൈവറി അമിലേസ് ദാറ്റ് പ്രസൻറ്റ് ഇൻ സലൈവ, സലൈവറി അമിലേസ് പ്രസൻറ്റ് ഇൻ സലൈവ ആൻഡ് അതുപോലെ തന്നെ പെപ്സിൻ, അതെവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? ഗ്യാസ്ട്രിക് ജ്യൂസിലാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഭാഗത്ത് നിന്ന് ഒരു ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതായത് ഇപ്പം കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ന്യൂക്ലിക് ആസിഡ്, ലിപ്പിഡ് ഇതിൻ്റെ എല്ലാം എക്സാമ്പിൾ തന്നിട്ട്
അതിൽ നിന്നും ഓഡ് വൺ ഔട്ടായിട്ട് തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യുക, സ്പെസിഫിക് ആയിട്ടുള്ള എക്സാമ്പിളും കൂടെ പഠിച്ചു വെക്കുക. എൻസൈം ചോദിച്ചാൽ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് ഹോർമോൺസ് എന്നുള്ളത്. അപ്പം ഹോർമോണിൻ്റെയും ഒരു ക്യാപ്സ്യൂളായിട്ടുള്ളൊരു നോട്ട് വരുന്നൊരു ക്വസ്റ്റ്യനാണിത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ആൻസർ പഠിക്കണം. ഇപ്പോൾ എക്സാമിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് ഷോർട്ടായിട്ട് റിവിഷൻ ചെയ്യാൻ അല്ലെങ്കിൽ പോയിൻറ്റ്സ് ഒന്ന് പെട്ടെന്ന് റിമെമ്പർ ചെയ്തെടുക്കാൻ വേണ്ടി വീഡിയോ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇത് മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോകുന്നത് ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യില്ല. ബിക്കോസ് നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങണമെങ്കിൽ, A+ വാങ്ങണമെങ്കിൽ, നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് തറവായിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, വീഡിയോസ് എല്ലാം കണ്ട് നോട്ടെല്ലാം പ്രിപ്പയർ ചെയ്തിട്ട് എക്സാമിന് പോകണം. ഇതൊരു ക്യാപ്സ്യൂളായിട്ട് മാത്രമേ എടുക്കാവൂ. എക്സാമിൻ്റെ ലാസ്റ്റ് മൊമെൻറ്റിൽ നിങ്ങൾക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഷോർട്ട് റിവിഷനായിട്ടും എക്സാമിൻ്റെ തലേന്ന് പഠിക്കാനായിട്ടും ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് എന്താ വരേണ്ടത്? ഹോർമോൺസ് ദാറ്റ് റെഗുലേറ്റ് ആൻഡ് കൺട്രോൾ ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസ് അല്ലേ. അതായത് നമ്മുടെ ബോഡിയിൽ നടക്കുന്ന വിവിധ തരത്തിലുള്ള ജീവൽ പ്രവർത്തനങ്ങൾക്ക്, ബയോളജിക്കൽ പ്രോസസ്സിന് ആര് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ എക്സാമ്പിളായിട്ട് 2 കേസ് പറയുന്നുണ്ട്. എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുമായിട്ടുള്ള ഓർഗൻസിൻ്റെ കാര്യം പറയുന്നുണ്ട്. ഓക്കെ, വേരിയസ് എൻഡോക്രൈൻ ഗ്ലാൻഡ്സ് ആൻഡ് അതുപോലെ തന്നെ സെക്സ് ഓർഗൻസ്. ഏതൊക്കെയാണ് സെക്സ് ഓർഗൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഹോർമോൺസ് എന്ന് പറയുന്നത്? യെസ്, ദാറ്റ് ഈസ് ടെസ്റ്റോസ്റ്റിറോൺ ആൻഡ് പ്രൊജസ്ട്രോൺ ആണ്. ഓക്കെ, അപ്പോൾ ആ എക്സാമ്പിൾ ടെക്സ്റ്റ് ഉള്ളത് പ്രത്യേകം ഓർമ്മിച്ച് വെക്കണേ. ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ക്വസ്റ്റ്യൻസ് മാത്രമേ വരാൻ സാധ്യതയുള്ളൂ. പിന്നെ ഇത് തന്നെ തിരിച്ചും ചോദിക്കാം. അതായത് ഫംഗ്ഷൻ തന്നിട്ട് ഇത് ഏതിൻ്റെ റോളാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, ഇപ്പം റിയാക്ഷൻസിൻ്റെ സ്പീഡ് റെഗുലേറ്റ് ചെയ്യുന്നത് ആര് എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ, ഈസ്ട്രജൻ ഇതൊക്കെ സെക്രീറ്റ് ചെയ്യുന്നത് ഏത് ഓർഗനാണെന്നുള്ള രീതിയിൽ ചോദിക്കാം. ഓക്കെ, അപ്പം അങ്ങനെ മാച്ച് ദ ഫോളോയിങ് ഒക്കെ ഈ ഭാഗത്ത് നിന്ന് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ അനബോളിസവും കാറ്റബോളിസവും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ ചോദിക്കാം. അതുപോലെ തന്നെ മാച്ച് ദ ഫോളോയിങ്ങിലും ചോദിക്കാം. ഓക്കെ, ഓർത്ത് വെച്ചോളണേ. ഇവിടെ തൊട്ടാണ് അപ്പം നമ്മൾ 3 മാർക്സ് അല്ലെങ്കിൽ 2 മാർക്സിന് ചോദിക്കാൻ സാധ്യതയുള്ള ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ, ഹൗ ഡു യൂണിസെല്ലുലാർ ഓർഗാനിസം ലൈക്ക് അമീബ ടേക്ക് ഇൻ സബ്സ്റ്റൻസസ് ഫ്രം എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ്? അതായത് ബാഹ്യ പരിസ്ഥിതിയിൽ നിന്നും എങ്ങനെയാണ് അമീബയെ പോലുള്ള ഏകകോശ ജീവികൾ അവർക്ക് ആവശ്യമുള്ള ഫുഡിനെ സ്വീകരിക്കുന്നത്, ഭക്ഷണം അവരുടെ ശരീരത്തിനകത്തേക്ക് എത്തിക്കുന്നത് എന്നുള്ളതാണ്. അമീബേൻ്റെ കേസിൽ ഡയറക്റ്റായിട്ട് എവിടത്തേക്ക് എൻ്റർ ചെയ്യും? ഫുഡ് സൈറ്റോപ്ലാസ്റ്റിലേക്ക് എൻ്റർ ചെയ്യും. അവിടെ ആര് മാത്രമേ ഒരു ബോർഡറിലുള്ളൂ? അത് സെൽ മെംബ്രെയിൻ ആണ്. ഓക്കെ, അപ്പോൾ ആ സെൽ മെംബ്രെയിൻ ആണ് എന്ത് റെഗുലേറ്റ് ചെയ്യുന്നത്? ഈ ഫുഡിൻ്റെ എൻട്രി റെഗുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അമീബക്ക് ഈ ഒരു പ്രോസസ്സ് നടന്നാൽ മാത്രമേ സർവൈവലും ലൈഫും എല്ലാം ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ആൻസർ നോക്കുന്ന സമയത്ത് ഇതിൽ ഇടനില ഘട്ടങ്ങളൊന്നുമില്ല, കോശസ്തരമാണ് ഇതെല്ലാം നിയന്ത്രിക്കുന്നത്. ഓക്കെ, അമീബയുടെ നിലനിൽപ്പിന് ഈ ഒരു പ്രക്രിയ വളരെ അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ സെൽ മെംബ്രെയിനിലൂടെ നേരിട്ട് സൈറ്റോപ്ലാസ്റ്റിലേക്ക് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, അപ്പം മാക്സിമം ഒരു ഷോർട്ടസ്റ്റ് ആയിട്ട് 2 മാർക്സിനോ 3 മാർക്സിനോ ചോദിക്കാനുള്ളതാണ്. കമ്പാരിസൺ ചിലപ്പം ചോദിക്കാം അമീബേൻ്റെ കേസിലും അതുപോലെ തന്നെ ആനിമൽസിൻ്റെ കേസിലും. ഓക്കെ, അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ആനിമൽസിൻ്റെ ആയിരിക്കും. നോക്കാം. ആനിമൽസിൻ്റെ കേസിൽ ഒരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിൻ്റെ പ്രസൻസ് ആണ്. ഓക്കെ, അപ്പോൾ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിൽ നിന്നും ബോഡിക്കകത്തുള്ള എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡിലെത്തുന്നു. അവിടെ നിന്നും സെൽ മെംബ്രെയിൻ സൈറ്റോപ്ലാസ്റ്റിലേക്കുള്ള എൻട്രിയെ കൺട്രോൾ ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? അങ്ങനെയാണ് ഈ പ്രോസസ്സ് ഹോമിയോസ്റ്റാസിസ് അഥവാ ബാലൻസ് ചെയ്യാൻ വേണ്ടി, സെല്ലിലെ ആക്ടിവിറ്റീസിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. സോ ക്ലിയർ ആണ്, സംശയമൊന്നുമില്ലല്ലോ. എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് ഉണ്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഇൻ ബിറ്റ്വീൻ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റ് ആൻഡ് ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ്. ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് ഇസ് ഇൻ ദ സൈറ്റോപ്ലാസം അല്ലേ, കോശസ്തരത്തിനകത്തുള്ള കോശദ്രവ്യമാണ് ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ പ്ലാന്റ്സിൻ്റെ കേസാണ്. ഓക്കെ, പ്ലാന്റ്സ് ലൈക്ക് സബ്സ്റ്റൻസസ് എങ്ങനെ എക്സ്റ്റേണൽ എൻവയൺമെൻറ്റിൽ നിന്നും ഫുഡിനെ റിസീവ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, സബ്സ്റ്റൻസസ് എൻ്റർ ത്രൂ ദ സെൽ വാൾ ആൻഡ് എക്സ്ട്രാ സെല്ലർ സ്പേസ്. ഓക്കെ, അപ്പോൾ ഇവിടെ സെൽ വാൾ ഉണ്ട്, അതുപോലെ തന്നെ എക്സ്ട്രാ സെല്ലർ സ്പേസും ഉണ്ട്. ആൻഡ് സെൽ വാൾ എന്താണ്? ആനിമൽ സെൽ ആബ്സെൻ്റ് ആണ്, ശരിയല്ലേ? യെസ്. ഇനി പ്ലാസ്മോഡെസ്മേറ്റ കണക്ട് അഡ്ജസൻറ്റ് സെൽസ് അലോയിങ് സബ്സ്റ്റൻസ് ട്രാൻസ്ഫർ. ഇവിടെ പ്ലാസ്മോഡെസ്മേറ്റക്കാണ് ഈ ഒരു റോളുള്ളത്. Substance can also enter through the plasma membrane. This process occurs in various plant cells. It helps plants to absorb nutrients and water. നമ്മൾ ഓൾറെഡി ഒരുപാട് ഡിസ്കസ് ചെയ്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ആൻസർ ഷോർട്ടാക്കിയിട്ട് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ക്യാപ്സ്യൂളാണ്, ഓർമ്മ വേണം. ഇത് മാത്രം വെച്ചിട്ട് എക്സാമിന് പോകാൻ പാടില്ല. ടെക്സ്റ്റ് പഠിക്കണം, വീഡിയോ കണ്ടിട്ട് ചാപ്റ്ററിൻ്റെ അനാലിസിസ് എല്ലാം കാണണം, എന്നിട്ട് വേണം ഈ ക്യാപ്സ്യൂൾ നോട്ട് പഠിക്കാൻ. ഓക്കെ, ഇത് മാത്രം പഠിക്കരുതേ. പദാർത്ഥങ്ങൾ സെൽ വാളിലൂടെ എൻ്റർ ചെയ്യുന്നു, അതിനുശേഷം എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് വഴി സെല്ലിലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പ്ലാസ്മോഡെസ്മേറ്റയും ഈ ഒരു കൈമാറ്റം ചെയ്യുന്നതിന് വേണ്ടി സഹായിക്കുന്നുണ്ട്. ഓക്കെ, പ്ലാസ്മ മെംബ്രെയിനിലൂടെ പദാർത്ഥങ്ങൾക്ക് പ്രവേശിക്കാൻ പറ്റും. പ്ലാന്റിൻ്റെ കേസിലുള്ള ഇൻറ്റേർണൽ എൻവയൺമെൻറ്റ് എന്ന് പറയുന്നത് എക്സ്ട്രാ സെല്ലാർ ഫ്ലൂയിഡ് ഉണ്ട്, അതുപോലെ തന്നെ എയർ സാക്സും ഉണ്ട്. ഓക്കെ, അപ്പം പ്ലാന്റ്സിൻ്റെ കേസിൽ ഇൻറ്റേർണൽ എൻവയൺമെൻറ്റിൽ കോൺസ്റ്റൻ്റ് ആയിട്ട്, അതായത് സ്ഥിരമായിട്ട് നിലനിർത്തുന്നതാണ് ഹോമിയോസ്റ്റാസിസ് എന്ന് പറയുന്ന പ്രോസസ്സ്. ഓക്കെ, അപ്പം എൻട്രി
നടക്കുന്നത് ഈ പറയുന്ന പ്രക്രിയയിലൂടെയാണ്. സെൽ വോളും എല്ലാം ഇൻവോൾവ് ആയിട്ടുള്ള പ്രക്രിയയിലൂടെയാണ്. സെൽ മെംബ്രെയിൻ്റെ ഫംഗ്ഷനാണ് ഈ ക്വസ്റ്റിനിൽ ചോദിച്ചിരിക്കുന്നത്. സിംപ്ലി എന്താണ്? ഹോമിയോസ്റ്റാസിസ് ആണ്. ഓക്കെ, ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിനെ ബാലൻസ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നോക്കൂ, നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത സെയിം ആൻസർ തന്നെയാണ്, പക്ഷേ അത് വേറൊരു രീതിയിൽ ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ആൻസർ എല്ലാം വരുന്നത് സെയിം തന്നെയാണ്. ഓക്കെ, അതായത് ഇൻറ്റേർണൽ എൻവയോൺമെൻറ്റിൻ്റെ പ്രത്യേകത എന്താണ് അതിനെ കൊണ്ടുള്ള ഗുണം, അതിനെന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ബോത്ത് ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് രണ്ടാളുടെയും കേസിൽ എങ്ങനെയാണെന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, എ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ. വേറെ ഇവിടെ ആൻസർ സെയിം ആണ്, പക്ഷേ ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടത് പ്ലാസ്മ മെംബ്രെയിൻ ആണ്. ബിക്കോസ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്ലാസ്മ മെംബ്രെയിൻ്റെ ഫംഗ്ഷനാണ്, അതെങ്ങനെയാണ് ആ മെംബ്രെയിൻ നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഫോർ ഹോമിയോസ്റ്റാസിസ്. ഈ ക്വസ്റ്റ്യൻ റിയോ ലീഫിൽ നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെയാണ് ഓസ്മോസിസിലേക്കുള്ള നമ്മളെ ഇൻട്രൊഡക്ഷൻ വരുന്നത്. ഓക്കെ, അതെന്തുകൊണ്ടാണ് അവിടെ ട്രാൻസ്ഫർ നടക്കുന്നത്, എങ്ങനെയാണ് വാട്ടറിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഓസ്മോസിസ് റിലേറ്റ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നല്ലോണം പഠിക്കുക. ഇനി പറയാൻ പോകുന്നത് എന്തായാലും ഈ പാഠത്തിൽ നിന്ന് ചോദിക്കാൻ ഷുവറായിട്ട് ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ഇത് 1 മാർക്കിനോ 2 മാർക്കിനോ അല്ല എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ടോ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിർബന്ധമായിട്ട് ഇത് ചോദിച്ചിരിക്കും. ബിക്കോസ് ഈ ഒരു വരാൻ പോകുന്ന എക്സാമിനെ സംബന്ധിച്ചിടത്തോളം 2 ചാപ്റ്റർ മാത്രമേ മെയിനായിട്ടുള്ളൂ. അപ്പോൾ ഈ 2 ചാപ്റ്ററിൽ തന്നെ മാക്സിമം ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ട് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ പാർട്ടിൽ നിന്ന് ഷുവറായിട്ട് ക്വസ്റ്റ്യൻസ് വരും. അതിലൊന്നെന്ന് പറയുന്നത് ഓസ്മോസിസ് ആണ്. ഓക്കെ, ഓസ്മോസിസ് നിങ്ങൾ എന്തായാലും പഠിച്ചിരിക്കണം. വാട്ടറിൻ്റെ ട്രാൻസ്പോർട്ടാണ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. എന്തായാലും ക്വസ്റ്റ്യൻ വന്നിരിക്കും. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, അവിടെ സ്റ്റാർ ഇട്ട് വെച്ചോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡിഫ്യൂഷനാണ്. ഓക്കെ, ഇറ്റ് ഈസ് ദ മൂവ്മെൻറ്റ് ഓഫ് യെസ് ഓക്സിജൻ ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ പിക്ചറിൻ്റെ കാര്യത്തിൽ പറയുമ്പം നിങ്ങൾക്ക് ഫുൾ മാർക്ക് വേണം, അല്ലെ A+ നിർബന്ധമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പിക്ചർ എല്ലാം പഠിച്ചിരിക്കണം, ലാബിൽ ചെയ്യാൻ പഠിച്ചിരിക്കണം, ഈ പിക്ചർ ഏതുമായി റിലേറ്റ് ചെയ്തിരിക്കുകയെന്ന് പഠിച്ചിരിക്കണം. ഇനി അഥവാ നിങ്ങൾക്ക് ഈ പിക്ചർ പഠിച്ചുകൊണ്ടുള്ള വേറൊരു ഗുണം എന്ന് പറയുന്നത് ഒന്നും എഴുതാൻ കിട്ടിയില്ലെങ്കിലും ചിലപ്പോൾ ഈ പിക്ചർ വരച്ചാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം ഓർത്ത് വെച്ചോ. അഥവാ എഴുതാൻ കിട്ടിയില്ലെങ്കിലും ഈ പിക്ചർ വെച്ച് എന്തെങ്കിലും വരച്ച് കഴിഞ്ഞാൽ മിനിമം ഒരു 2 മാർക്കിൽ 1 മാർക്കോ അല്ലെങ്കിൽ ഒരു 1.5 മാർക്കൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഷുവറായിട്ടും ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. മിക്കവാറും ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്ത് ചോദിക്കാനാണ് സാധ്യത, അല്ലെങ്കിൽ മാച്ച് ദ ഫോളോയിങ്ങിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പിക്ചർ നിർബന്ധമായിട്ട് പഠിച്ചു വെച്ചോ. ഞാൻ പറഞ്ഞ പോയിൻ്റ് ഇതാണ്, അഥവാ എഴുതാൻ കിട്ടിയില്ലെങ്കിലും ഈ പിക്ചർ പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ആൻസറിലേക്ക് എത്താൻ പറ്റും, അല്ലെങ്കിൽ മാർക്കിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഫുൾ മാർക്ക് വേണമെന്നുള്ളവർക്ക് വേറെ ചാൻസ് ഇല്ല, നിർബന്ധമായിട്ട് ഇത് ലാബിൽ ചെയ്യാനും വരക്കാനും പഠിച്ചിരിക്കണം. അതല്ല ഒട്ടും പറ്റുന്നില്ല എന്നെങ്കിൽ മാത്രം ഇതിൻ്റെ മെയിൻ പോയിൻറ്റ്സ് എങ്കിലും പഠിച്ചു വെക്കുക. ഓക്കെ, ഈ ടേബിൾ വളരെ നിർബന്ധമാണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേബിളാണ്, ഇത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഓക്കെ, ഇതെല്ലാം സ്റ്റാർ ഇട്ട് വെക്കണം. ഓക്കെ, ഇതെല്ലാം ഫുൾ മാർക്ക് വേണം, അല്ലെങ്കിൽ 1 മാർക്ക് പോലും നഷ്ടപ്പെടാൻ പാടില്ല. നിർബന്ധമായിട്ടുള്ളവർ മാത്രം ഇത് ഫുള്ളായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ മിനിമം ഇതിലെ മേജറായിട്ടുള്ള ഡെഫിനിഷനോ അല്ലെങ്കിൽ ഇപ്പം ആക്റ്റീവ് ട്രാൻസ്പോർട്ടിൻ്റെ കേസിൽ മിനിമം എനർജി വേണം, പ്രോട്ടീൻസിൻ്റെ ഹെൽപ്പ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെങ്കിലും ഓർത്ത് വെക്കുക. ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ്റെ കേസിലാണെങ്കിൽ ചാനൽ പ്രോട്ടീൻ ഉണ്ട്, കാരിയർ പ്രോട്ടീൻ ഉണ്ട്. ഓക്കെ, ആ കാര്യങ്ങളും എനർജി വേണമെന്നുള്ളതെങ്കിലും ഓർത്ത് വെക്കുക. ഈ വേർഡ്സ് എങ്കിലും വെച്ച് അസോസിയേറ്റ് ചെയ്ത് എന്തെങ്കിലും എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മിനിമം 1 മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, സോ അത് ക്ലിയർ ആയില്ലേ? ഇനി ഈ പാഠത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതാണ് ഈ സ്ട്രക്ചർ എന്ന് പറയുന്നത്, സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഓക്കെ, ഫോട്ടോസിന്തസിസ് നടക്കുന്ന സമയത്തുള്ള സ്ട്രക്ചർ ഓഫ് ക്ലോറോപ്ലാസ്റ്റ്. ഇതും ലാബിൽ ചെയ്യാൻ പഠിക്കണം. എന്നാലും നിങ്ങൾ മിനിമം നിങ്ങൾക്ക് പറ്റുന്ന പോലെ പഠിക്കുക, നിർബന്ധമായിട്ട് പഠിക്കണം എന്ന് ഞാൻ പറയില്ല. ബിക്കോസ് കുറച്ച് സമയം എടുക്കും അത് പഠിക്കാൻ, ബിക്കോസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവും. ഇനി അത് കഴിഞ്ഞാൽ ലൈറ്റ് ഫേസ്, ഡാർക്ക് ഫേസ്. ഓക്കെ, ഷുവർ ക്വസ്റ്റ്യൻ ആണ്, ഒന്നും നോക്കാനില്ല. എന്ത് പഠിച്ചില്ലെങ്കിൽ ഈ പാഠത്തിൽ ഇത് പഠിച്ചിരിക്കണം. ഓക്കെ, ഈ ടേബിളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലാബിൽ ചെയ്യാനും പഠിക്കണം, ലൈറ്റ് ഫേസ് എന്താണെന്ന് ഡാർക്ക് ഫേസ് എന്താണോ അതിലെ ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്സും എല്ലാം പഠിച്ചിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ഈ റിയാക്ഷൻ പഠിക്കുന്നത് നല്ലതാണ്. മിനിമം 1 മാർക്ക് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഈ ഫ്ലോ ചാർട്ടും, ഫോട്ടോസിന്തസിസ്, ഗ്ലൂക്കോസ്, സ്റ്റാർച്ച്, സൂക്രോസ് ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാലും മോർ ക്വസ്റ്റ്യനിലെല്ലാം വരുവാണെങ്കിൽ ചിലപ്പം സ്കിപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, എന്നാലും പഠിച്ചു വെക്കുന്നത് നല്ലതാണ്. ഓക്കെ, വിട്ടുപോകാൻ പാടില്ലാത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റ് എന്ന് പറയുന്നത് ഓസ്മോസിസ്, ഡിഫ്യൂഷൻ, അതുപോലെ തന്നെ ഫെസിലേറ്റഡ് ഡിഫ്യൂഷൻ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, പിന്നെ എന്ന് പറയുന്നത് ലൈറ്റ് ഫേസ് എന്താണ്, ഡാർക്ക് ഫേസ് എന്താണ്, ആൻഡ് അതുപോലെ തന്നെ ഫ്ലോ ചാർട്ടും ഈ ടേബിളും. ഓക്കെ, ഇനി ഇതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാത്രം ഞാൻ തരാം. ഓക്കെ, ആൻസർ എന്ന് പറയുന്നത് ഇത് കംപ്ലീറ്റ് ആയിട്ട് എഴുതൽ തന്നെയാണ്. ബിക്കോസ് ഇതെങ്ങനെ പോയാലും ഒരു 3 മാർക്കിനോ 4 മാർക്കിനോ ക്വസ്റ്റ്യൻ എന്തായാലും ഉണ്ടാവും. ഓക്കെ, ദിസ് ക്വസ്റ്റ്യൻ കംസ് അണ്ടർ ഫോട്ടോസിന്തസിസ്, ദറ്റ് ഈസ് ലൈറ്റ് ഫേസ് ആൻഡ് ഡാർക്ക് ഫേസ്. അപ്പം പ്രകാശഘട്ടവും ഇരുണ്ട ഘട്ടവും. ആദ്യഘട്ടത്തിൽ എന്ത് നടക്കുന്നു? വിഭജനം നടക്കുന്നു. ഓക്കെ, വാട്ടർ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്സിജനും ഹൈഡ്രജനുമായി മാറുന്നു. അതിനുശേഷം ATP പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നു. എവിടെ വെച്ച് നടക്കുന്നു?
ഗ്രാനൈൽ. ഓക്കെ, പ്രകാശത്തിൻ്റെ സാന്നിധ്യത്തിൽ ഗ്രാനൈൽ ഊർജ്ജ തന്മാത്രയായ ATP രൂപപ്പെടുന്നു. ഓക്കെ, ATP ഫോം ചെയ്യുന്നു. ആൻഡ് ഡാർക്ക് ഫേസിൽ എന്താണ് നടക്കുന്നത്? ഗ്ലൂക്കോസിൻ്റെ പ്രൊഡക്ഷനാണ്. ഓക്കെ, ഫുഡ് ഉണ്ടാക്കലാണ്. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ഒരു തരത്തിലും ഫുൾ മാർക്ക് നഷ്ടപ്പെട്ട് പോകാൻ പാടില്ല എന്നുള്ളവർക്കുള്ള ക്വസ്റ്റ്യനാണ്. അതായത് ഹൂ ഈസ് മെൽവിൻ കാൽവിൻ ആൻഡ് എന്താണ് അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ എന്നുള്ളതാണ്. അദ്ദേഹം ഡാർക്ക് ഫേസ് കണ്ടുപിടിച്ചു, അതുപോലെ തന്നെ അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടി എന്നുള്ളതാണ് ഈ ക്വസ്റ്റ്യനിൽ വരുന്നത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡാർക്ക് ഫേസും ലൈറ്റ് ഫേസിലും എങ്ങനെയാണ് പ്രൊഡക്ഷൻ ഓഫ് ഗ്ലൂക്കോസ്, അത് ഓൾ ടുഗെദർ അവർ ഒരുമിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. സെയിം അതിൻ്റെ മാർക്കിനനുസരിച്ച് വേണം ആൻസർ ചെയ്യാൻ. ഇതിപ്പോൾ ഒരു 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഈ ആൻസർ മതി. ദ ലൈറ്റ് ഫേസ് പ്രൊഡ്യൂസേഴ്സ് ATP ആൻഡ് ഹൈഡ്രജൻ വിച്ച് ആർ ദെൻ യൂസ്ഡ് ഇൻ ദ ഡാർക്ക് ഫേസ് ടു കമ്പൈൻ വിത്ത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് ടു ഫോം ഗ്ലൂക്കോസ്. ഓക്കെ, 2 മാർക്സിനാണ് ഇത്ര മതി. ഇനി നേരെ മറിച്ച് ഇതൊരു 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? എവിടെ നടക്കുന്നു എന്ന് എഴുതണം, ലൊക്കേഷൻ എഴുതണം, എന്ത് സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് ഹൈഡ്രജനും അതുപോലെ തന്നെ ഓക്സിജനും ഉണ്ടാകുന്നതെന്ന് എഴുതണം. അപ്പം ബാക്കി ഡീറ്റെയിൽസ് എല്ലാം അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം. ഓക്കെ, ഇനി നമുക്കൊന്ന് 2 മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം. അതായത് ഓഡ് ഓൺ ഔട്ട് ക്വസ്റ്റ്യനാണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആൻസർ ചെയ്യുക, വായിച്ച് നോക്കുക. അതുപോലെ തന്നെ നമുക്കിനി മാച്ച് ദ ഫോളോയിങ് നോക്കാം. അപ്പോൾ നിങ്ങളിത് കിട്ടുന്നുണ്ടോ നോക്കൂ. നമ്മളിവിടെ കുറച്ച് സാമ്പിൾ ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ മാച്ച് ദ ഫോളോയിങ്ങും അതുപോലെ തന്നെ ഓഡ് ഓൺ ഔട്ടൊക്കെ വരുന്നുണ്ട്. ഇനിയിപ്പോൾ വരാനുള്ള പാറ്റേൺ എന്ന് പറയുന്നത് ഒന്ന് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അത് കറക്റ്റ് ചെയ്യലാണ്. പിന്നെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലത്തെ ഷോർട്ട് എസ്സേ, അതുപോലെ തന്നെ ടേബിളിൽ വെച്ചിട്ട് മാച്ച് ദ ഫോളോയിങ് ടേബിളിൽ കറക്റ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫ്ലോ ചാർട്ട് ഫില്ല് ചെയ്യുക, ഡാർക്ക് ഫേസ് ലൈറ്റ് ഫേസ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുക, പിന്നെ പിക്ചർ ലാബിൽ ചെയ്യുക. ഇത്രയും കാര്യങ്ങളായിരിക്കും ഈ ചാപ്റ്ററിൽ നിന്ന് മോസ്റ്റ്ലി ചോദിക്കാൻ സാധ്യതയുള്ളത്. ഒരു 15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എങ്കിലും നമുക്ക് പ്രതീക്ഷിക്കാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ പ്രതീക്ഷിക്കാം ഈ വരാൻ പോകുന്ന എക്സാമിന്. ഓക്കെ, സോ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം. ഇനിയും ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നമുക്ക് ചെയ്യാം. ഓക്കെ, നിങ്ങളിത് വർക്കൗട്ട് ചെയ്ത് നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെയുണ്ട് റെസ്പോൺസും ആൻസറൊക്കെ കിട്ടുന്നുണ്ടോ നോക്കൂ. ഓക്കെ, കുറേ ക്വസ്റ്റ്യൻസ് ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളത് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഫർദറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ കൂടുതൽ എക്സ്പ്ലനേഷൻ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് പറഞ്ഞാൽ മതി, നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. ഓക്കെ, സോ നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. വെയിറ്റ് വേറൊരു കാര്യമുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ 2-3 എക്കണോമിക് പ്ലാൻസിൻ്റെ പേര് പഠിച്ചു വെച്ചോ. ഓക്കെ, 2-3 എക്കണോമിക് പ്ലാൻസിൻ്റെ പേര് പഠിച്ചു വെച്ചോ. അഥവാ ഓർ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാലോ. ഓക്കെ, ജസ്റ്റ് ഒന്ന് പഠിച്ചു വെച്ചോ. ചിലപ്പോൾ ഓഡ് വൺ ഔട്ടിലോ അല്ലെങ്കിൽ എടുത്തെഴുതാനോ അങ്ങനെ എന്തെങ്കിലും രീതിയിൽ ചോദിച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യന് പകരം ചിലപ്പോൾ നമുക്ക് എഴുതാൻ പറ്റിയെന്ന് വരും. ഓക്കെ, താങ്ക് യു.